പിണറായി വിജയനെ എല്ലായിടത്തും എടുത്തിട്ട് പൊളിക്കുകയാണല്ലോ. പ്രധാനമായി ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നാണ് നാട്ടുകാർ കൊടുത്തത് കൂടാതെ ഇതിന് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. കാരണം അത് സത്യത്തിൽ ഇന്നത്തെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ തിരക്കിനിടയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്താണെന്നറിയാമോ? പോളിറ്റ് ബ്യൂറോയിൽ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് ആക്കേണ്ടതാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അതായത് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകണ്ട എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ MA ബേബിക്ക് ഭയമാണല്ലോ. MA ബേബി ഭയന്നിട്ട് എന്ത് ചെയ്തു? പോളിറ്റ് ബ്യൂറോ സമ്പൂർണ്ണ പോളിറ്റ് ബ്യൂറോ ഓൺലൈനായിട്ട് ചേർത്തു. ഈ ഓൺലൈനായിട്ട് ചേർന്നപ്പോൾ ഉള്ള ഒരു ഗുണം എന്തായി? ഇയാൾ ഭൂരിപക്ഷം നേടിയെടുത്തു. പിണറായി ഞാൻ തന്നെ ആയിക്കൊള്ളാമെന്ന് പിണറായി കൈവക്കി. അതെ, പിണറായി അടക്കം കൈവക്കിയതിന് ശേഷമാണ് ഈ 18 പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ. ഒരാൾ വാസുകി എന്ന് പറയുന്ന ആൾ വിട്ടുനിന്നു. ബാക്കി 10 പേര് പിണറായി വിജയന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മലയാളി ബിജു കൃഷ്ണൻ. ഒരുപക്ഷെ മലയാളിക്ക് അത്ര സുപരിതനായ ഒരാളായിരിക്കില്ല. അദ്ദേഹം കർഷക സമരത്തിന്റെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള വളരെ പ്രമുഖനായ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു ബുദ്ധിവിവേകിയ ഒരാളാണ് ഈ ബിജു കൃഷ്ണൻ. ബിജു കൃഷ്ണൻ പറഞ്ഞു എന്നാണ് പിണറായി പ്രതിപക്ഷമാക്കാൻ പറ്റില്ല. ഇല്ല, അയാളെതിരായിരുന്നു. പക്ഷേ അമ്പരപ്പിച്ചത് ബംഗാൾ ഘടകം ഇദ്ദേഹത്തിനൊപ്പം നിന്നു. ഇദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം. ഘടകമുണ്ട് ബംഗാൾ, അതൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. ഇദ്ദേഹം അങ്ങോട്ട് ഇലക്ഷൻ ക്യാമ്പയിന് പോയിട്ടില്ലായിരുന്നു. ഇല്ല, കുഴപ്പം കൂടെ പോകുന്ന വിചാരിച്ച് അങ്ങോട്ട് വരുത്താത്തായിരിക്കും. അല്ല, ഒന്നാമത് വയ്യാല്ലോ, ശാരീരികാവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ അവര് അന്ന് എതിർത്തെങ്കിലും ഇത്തവണ അവര് പുള്ളി തുടർന്നോട്ടെ, പാവത്തിന്റെ അവസാനത്തെ ഒരു ടൈമാണ്, ആ ഒരു ടൈമിൽ അദ്ദേഹം തുടർന്നോട്ടെ എന്ന് കരുതിയാവണം. എന്താണെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും ഇദ്ദേഹത്തിന് നല്ല രൂക്ഷമായ ഇലക്ഷൻ അവലോകനം നടന്നിടത്ത് എല്ലാം രൂക്ഷ വിമർശനം. ഇന്നലെ കൊല്ലത്ത് അതിഭീകര വിമർശനമാണ് നടത്തിയത്. അതെ, പാർട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ എന്നായിരുന്നു കൊല്ലത്തെ പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. അതിന് സംശയം എന്താ? ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ലോ. ഏതാ കോഴിക്കോടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇയാള് ഒരു പ്രസംഗം നടത്തുമ്പോൾ 100 പേര് പാർട്ടി മാറുകയാണ്, പാർട്ടി വിടുകയാണെന്ന്. അപ്പൊ അതാണ് ഈ നമ്മള് എടുക്കുമ്പോഴൊന്ന് കൊടുക്കുമ്പോൾ 10 കോടി എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹം ഒരു തവണ വാതിറക്കുമ്പോൾ 100 പേര് വെച്ചാ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു കണക്കൊന്ന് ആലോചിച്ചു. മാത്രമല്ല അത് ഭയങ്കര രൂക്ഷ പ്രശ്നങ്ങളല്ലേ അവർ പറഞ്ഞതുകൊണ്ടല്ലേ. എല്ലാവരും പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് ഭാര്യയാരും നോക്കിയാൽ മതി, പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് അവനവൻ്റെ കാര്യം, അങ്ങനെ ഒരു വെറും സ്വാർത്ഥ താല്പര്യം മൊത്തം സംരക്ഷിക്കുന്ന പാർട്ടിയുടെയോ ജനങ്ങളുടെയോ നേരെ ഒന്നും തന്നെ ഒരു കാര്യം ആലോചിക്കുക പോലും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടന്ന ഒരു സംഘമാണ് പാർട്ടി സർക്കാരെ നയിച്ചിരുന്നതെന്ന് തന്നെയാണ് എല്ലാ ജില്ലകളിൽ നിന്നും വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അല്ല, പോളിറ്റ് ബ്യൂറോയിൽ ഒരാൾക്ക് മരുമകനെ പ്രതിപക്ഷ നേതാവാക്കണം, അല്ല മുഖ്യമന്ത്രിയാക്കണം, ഒരാൾക്ക് ഭാര്യയെ മന്ത്രിയാക്കണം, വേറൊരാൾക്ക് ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെ ഉള്ള ഒരു നിലയിലേക്ക് ശരിക്കും അധപ്പതിച്ചു പോയി. അതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, തൽക്കാലം ഭാര്യയൊക്കെ അവിടെ വീട്ടുകാരെ നോക്കി സ്വസ്ഥമായിട്ട് അവർ ജീവിച്ചിട്ട് അവർ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിലേക്ക് നാട്ടുകാരെത്തി. സംഭവിച്ചത് രൂക്ഷമായ വിമർശനം ആദ്യം തുടങ്ങി വെച്ചത് പത്തനംതിട്ട നിങ്ങളുടെ നാട്ടിലാണ്, ജില്ലാ കമ്മിറ്റിയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീർത്ത കലിപ്പ് എന്താണെന്ന് അറിയാമോ? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വീണ ജോർജ് എതിരെയാണ് രൂക്ഷ വിമർശനം ഉണ്ടായത്. വീണ ജോർജ് തിരിച്ചും പറഞ്ഞു എന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിലെ തോൽവിക്ക് ഒരു പ്രധാന കാരണം വീണ ജോർജ് ആണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതെ, കാരണം ഇവര് മന്ത്രിയാണെങ്കിൽ പോലും MLA ആണെങ്കിൽ ഇവർ നേതാക്കൾ ആരും ഫോൺ വിളിച്ചാൽ അവർ എടുക്കില്ല. അത് പ്രധാന ചർച്ചാ വിഷയമെന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചെടുക്കില്ല എന്നുള്ളത്. അവർ ഫോൺ വിളിച്ചാൽ നേതാക്കൾ ആരും ഫോൺ വിളിച്ചെടുക്കത്തില്ല. നേതാക്കളായിക്കോട്ടെ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ ആര് ഫോൺ വിളിച്ചാലും അവരെടുക്കില്ല. എന്നാൽ അവർക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട്, അവർ വിളിച്ചാൽ ഫോൺ എടുക്കും. ഇവർക്ക് സൗഹൃദം CPIയിലെ ചില നേതാക്കളോടായിരുന്നു, പ്രാദേശിക നേതാക്കൾ. അവരൊക്കെ വിചാരിച്ചാൽ ഇവർ ഫോൺ എടുക്കും. CPMൽ ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ അവർ വിളിച്ചാൽ ഫോൺ എടുക്കും. എന്തിനാണ് CPMലെ മുതിർന്ന നേതാക്കൾ അടക്കം, എനിക്കറിയാവുന്ന, ഞാൻ പേര് പറയുന്നില്ല, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള മുൻ നേതാക്കളായിട്ടുള്ള ആൾക്കാർ വരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അവർ ഫോൺ എടുക്കില്ല. അവരെ എങ്ങനെ വിളിച്ചെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചാൽ എടുക്കത്തില്ല. നേരത്തെ നമ്മൾ ഈ ആരോപണം കേട്ടിട്ടുള്ളതായിരുന്നു. അതെ, അപ്പോൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. നമ്മൾ എത്ര വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ഫോൺ എടുക്കും. ഇനി അവരുടെ ഓഫീസിൽ നമ്മളൊരു കത്ത് കൊണ്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, അതിലും യാതൊരു നടപടിയും എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരാളായിരുന്നു വീണ ജോർജ്. അപ്പോൾ ആ വീണ ജോർജിനെ ഇവിടെ കൊണ്ട് കെട്ടിയിറക്കിയത് ഈ പറയുന്ന പിണറായി വിജയനാണ്. അതെ, പിണറായി വിജയൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് വീണ ജോർജ് അവിടെ ചില പ്രിവിലേജസ് അനുഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചതെന്നറിയാമോ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ തോൽവിക്ക് ഇവരും കാരണഭൂതയായി മാറിയത്. കാരണഭൂതയായല്ലോ. കാരണം കണ്ണൂരിലെ കഴുത്തുളുക്ക നാടകം തൊട്ട്
ഇവരുടെ പ്രവർത്തികൾ, ഇവരുടെ അഹങ്കാരത്തോടുള്ള പെരുമാറ്റവും ഇതെല്ലാം വലിയ തോതിൽ പാർട്ടി ദോഷം ചെയ്തു. ഇവർ കരുതിയിരിക്കുന്നത്, ഈ CPM ഉണ്ടായിരുന്ന പല നേതാക്കളും മുതലും കരുതിയിരുന്നത്, ഞങ്ങൾ എന്ത് രാജാക്കന്മാരാണ്, ഞങ്ങൾക്ക് രാജാവിന് പണ്ട് പദവി കിട്ടിയ രാജാവിന് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ, തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. അതുപോലെ ആണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. ജനങ്ങൾ ബുദ്ധിയുള്ളവരാണെന്ന് അവർ ഇലക്ഷനിൽ കൂടെ കാണിച്ചു കൊടുത്തു. അല്ല, ഈ പിണറായി വിജയൻ എന്തോ അന്യാദൃശമായ ശക്തി ഉണ്ടായിരുന്നു, അല്ലെ? എന്തോ അഭൂതപൂർവമായ എന്തോ ഒരു ശക്തിയുണ്ട്. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്, അദ്ദേഹം ഒരു മാസാണ്, കൊലമാസാണ്. അദ്ദേഹം കൊണ്ട് ഇറങ്ങി നിന്ന് അപ്പോൾ വോട്ട് കിട്ടും, വീണ്ടും നമുക്ക് ഭരിക്കാം. അങ്ങനെ ഇവരൊരു എന്താ പറയുന്നത്, ഒരു മിഥ്യാലോകത്തായിരുന്നു, ഒരു മിഥ്യാലോകത്ത്. അത് ഇപ്പോഴും അവരെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി നിന്ന്. ഇവരാ മിഥ്യാലോകത്തിൽ കഴിയാനുണ്ടായ കാരണം എന്താണെന്നറിയോ? ഇയാളുടെ കൂടെയുള്ള പേടിയാണ്. മാത്രമല്ല, ഇടതുപക്ഷ പാർട്ടികൾ വ്യക്തിപൂജ ഇല്ല. വ്യക്തിപൂജ അംഗീകരിച്ചിട്ടുള്ളതല്ല ഇടതുപക്ഷ പാർട്ടികൾ, അതൊക്കെ വലതുപക്ഷ ശക്തികളുടെ സ്വഭാവമാണെന്നാണ് ഇവർ പണ്ട് പറയുമായിരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഇവർ എന്താണ് വലിയ വലതുവൽക്കരണം എന്നൊക്കെ ഇവർ പണ്ട് പറയുമായിരുന്നത്. അതൊക്കെ എന്തൊക്കെയാണോ പണ്ട് ഇവർ എതിർത്തിരുന്നത് അതെല്ലാം. പിന്നെ സകല മുതലാളി ഇവർ തോളിക്കേടുകൊണ്ട് നടക്കുക, ഈ പാവപ്പെട്ടവരെ പുച്ഛിക്കുക, ചവിട്ടി തേക്കുക, മുതലാളി അവരവരെ മാത്രമാണ് ഞങ്ങളുടെ തോഴന്മാരെന്ന രീതിയിൽ പരസ്യമായി തന്നെ ഇവർ രംഗത്തിറങ്ങിയില്ല എല്ലായിടത്തും. നമ്മുടെ നാട്ടിൽ ഇവർ പണ്ട് കുത്തക മുതലാളി എന്നും ബൂർഷ എന്നൊക്കെ വിളിച്ചിരുന്ന ആളുകളാണ് പിന്നെ ഇവരുടെ സംഗാതിമാരായി മാറി. അതെ, ഇവരെ ഒക്കെ ചങ്ങായി, പിണറായിയുടെ ഭാഷയിൽ തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് ഈ രൂക്ഷമായ വിമർശനം ഈ രണ്ട് വ്യക്തികൾക്ക് നേരിടേണ്ടി വരുന്നു, അത് ശ്രദ്ധിച്ചു. എന്നാൽ അതിനകത്ത് പിന്നെ അല്ലാതെ ഒരു ഇത് നേരിടേണ്ടി വരുന്നത് വീണ ജോർജാണ്. അവരുടെ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ അവർക്കൊരു ഇത് നേരിടേണ്ടി. എറണാകുളത്ത് പി രാജീവൻ വിമർശനം നേരിടേണ്ടി വന്നു. പി രാജീവ് ഭയങ്കര വികാരാധീനായി എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനു വികാരാധീനാണത്? പി രാജ് ഇവരെല്ലാം എന്താ ശരിക്കും കാണിച്ചുകൊണ്ടിരുന്നത്? ഈ കള്ളത്തരങ്ങളാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ പുതിയ മന്ത്രിസഭ കയറുമ്പോൾ ആദ്യമായിട്ട് ഇവർ ചെയ്യേണ്ടത് ഈ പഴയ മന്ത്രിമാരുടെ ഡീലിങ്സ് പരിശോധിക്കേണ്ടതായിട്ട്. പരിശോധിച്ചേ പറ്റൂ, പരിശോധിക്കണം. പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പിൽ എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത്? ആരോഗ്യവകുപ്പ് വളരെ മോശം ഇതിലേക്കാണ് പോയത്. അതിനകത്ത് ഇപ്പം തന്നെ ഇന്ന് പത്രത്തിൽ പ്രധാനമായിട്ടും വാർത്ത വന്നിട്ടുണ്ട്, നമ്മുടെ ഈ പേവിഷബാധ പ്രതിരോധ മരുന്ന് ഫലപ്രദം എത്ര കുട്ടികൾ മരിച്ചു, അതായത് 1300 വയൽ മരുന്നേ ഇരിപ്പുള്ളൂ. വയലെന്ന് പറയുന്നത് ഈ മരുന്ന് സൂക്ഷിക്കുന്ന ചെറിയ സാധനമാണ്. അപ്പം അതിനകത്ത് ഇത്ര മരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ആശുപത്രികളിൽ, ഇപ്പം ജില്ലാ ആശുപത്രികളിൽ പോലും ഈ മരുന്ന് ലഭ്യമല്ല. കാരണം ഇനിയിപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ഇവർ ചിന്തിച്ചത് അതാണ്. അത്രേ ഉള്ളൂ. അധികാരത്തിൽ ഞങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്ന സ്ഥിതിക്ക് ഞങ്ങളെ അത് ബാധിക്കില്ല, എല്ലാവരും മരിച്ചോട്ടെ എന്ന് പറയാൻ കരുതി. അതെ. അപ്പോൾ പോരായെങ്കിൽ പേവിഷബാധ ഇപ്പം ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട് ഒരു പരിധി വരെ എന്നൊക്കെ പറയുന്നെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഇവിടെ കണ്ട് മരിച്ചു തെന്മലയിൽ. അവർ പറയുന്നത് അവരെ പുലി മാന്തി എന്നാണ് പറയുന്നത്. പുലി ആക്രമിച്ച് അതിൽ നിന്ന് പേവിഷബാധ ഉണ്ടായി. അതേസമയം അവരെ പട്ടി കടിച്ചതാണെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഈ പ്രതിരോധ വാക്സിൻ ഇല്ലാതെ പോയാൽ എന്താകും അവസ്ഥ? അല്ല, അത് ഈ കഴിഞ്ഞ സർക്കാർ കാണിച്ച ഒരുപാട് സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം അന്വേഷിക്കണം, നിർബന്ധമായി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അത് ഈ CPM നേതാക്കന്മാർക്ക് അതിനുള്ള ബന്ധം. ഇപ്പോൾ പി രാജുവിനെ നിർത്തി പരിചിട്ട് അവിടെ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹായി, ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായിരുന്നു, സക്കീർ ഹുസൈൻ, പി രാജുവിൻ്റെ ഏറ്റവും വിശ്വസ്തൻ. അയാളെ കുറിച്ച് നമ്മൾ പണ്ട് മുഖ്യ പാർട്ടിയല്ലേ? അതെ, അങ്ങനെ എന്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ. അദ്ദേഹം വരട്ടെന്ന് കണ്ടില്ലേ, SCA ഒക്കെ വിളിച്ച് വരട്ടെ കണ്ടില്ലേ? അതെ, അപ്പോൾ ഇതുപോലത്തെ ആളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം സാധാരണക്കാരെ പാവപ്പെട്ടവന്ന് നല്ല ആവശ്യം പറഞ്ഞാൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ നേതാക്കന്മാരാണ് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചത് ഈ പണക്കാരന്മാരുടെ സഹായം കൊണ്ട്, അല്ലെങ്കിൽ ഈ അധോലോക സംഘത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ഇവിടെ നിൽക്കുന്നതാണ്. ജനമുണ്ടല്ലോ, ഈ മറ്റേ സന്ദേശം പറയില്ലേ, നിഷ്പക്ഷരായ കുറേ ആളുകളുണ്ട്, അവന്മാരാണ് പണി പറ്റിച്ചെന്ന് പറയുമല്ലോ. അതാണ് സംഭവിച്ചത്. അല്ല, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഒപ്പം തന്നെ MV ഗോവിന്ദനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറി രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും റെഡിയായി. പക്ഷെ ആരാണ് ഇവരോട് പറഞ്ഞത് പിണറായി വിജയൻ മാസാണെന്നും അദ്ദേഹം അത്ഭുതം സൃഷ്ടിക്കുമെന്നും? ആരാണ് ഇവരോട് പറഞ്ഞത്? ഇപ്പൊ ഇതെല്ലാം കൂടെ ഇളകി വന്നെങ്കിൽ അത് പിണറായിയാണ് പറഞ്ഞത്. അതെ, അല്ല, അതിന് മുമ്പ് ഇവർക്ക് പറയാമായിരുന്നല്ലോ. അതെ, നേരത്തെ ഇവർക്ക് പറയാമായിരുന്നല്ലോ പിണറായി വിജയൻ മത്സരിക്കരുത്. ഇപ്പൊ ഈ പറയുന്ന പക്ഷെ ഇവർ പിണറായി വിജയൻ എന്താണ് അതിനനുസരിച്ച് തന്ത്രം മുന്നോട്ട് നീക്കി. തനിക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിക്ക്. അതുപോലെ ശൈലജയെ തോപ്പിച്ചത് രണ്ടിടത്ത് തോപ്പിച്ചില്ലേ? ഒരു കാലത്തിന് ഭീഷണി ആകരുത് എന്ന് കണക്കാക്കി തന്നെയാണ് ചെയ്തത്. നാളെ ഇനി ഒരു കാലത്ത് എപ്പോഴെങ്കിലും ടീച്ചറിനെ വീണ്ടും തിരികെ കൊണ്ടുവരാമോ എന്നുള്ള ഒരു ചിന്ത വന്നാൽ പോലും രണ്ടിടത്ത് തോറ്റാൾ, പാർലമെന്റിൽ അസംബ്ലി തോറ്റാളിനെ എന്തിനു കൊണ്ടുവരണം സ്വാഭാവികമായിട്ടും ചോദിക്കുക. അങ്ങനെ അടുത്ത ഒരു രണ്ടാം നിര, പിന്നെ പാർട്ടിയുടെ ഒരു രണ്ടാം നിരയിൽ ഒന്നാമതായിട്ട് വരേണ്ട ഒരാളെന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ശൈലജയെ ഇവർ ഒഴിവാക്കി. ഈ CPMന്റെ മുതിർന്ന പല നേതാക്കളും സ്വകാര്യമായ പല മാധ്യമപ്രവർത്തകരോടും പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? ധർമ്മടത്ത് ഈ TK ഗോവിന്ദനെ, കുഞ്ഞകൃഷ്ണനെ പോലുള്ളവർ വിമതം നിന്നിരുന്നെങ്കിൽ പിണറായി തോറ്റു പോകുമായിരുന്നതാണ്. അവസ്ഥ വന്നില്ല. അത് സത്യമാണ്. അത് അവിടെ K സുധാകരൻ നിന്നാലും മതിയായിരുന്നു.
കെ സുധാകരൻ നിന്നാലും മതി. അല്ലെ അതുപോലെ നല്ല ഇതായിട്ടുള്ള ഇപ്പം ഈ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മോശമാണെന്നല്ല അതിനർത്ഥം. അതെ, അയാൾ അവിടെ ചെന്ന് ഇയാളെ വിറപ്പിച്ചില്ലേ, ഇയാളെ അതെ. വിറപ്പിച്ചാണ് ജയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പിണറായി വിജയനെ ഭയക്കുകയാണ്. ഇത്രയും വലിയ തോൽവി മുഴുവൻ സമ്പാദിച്ചു തന്നത് പിണറായി വിജയനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അത് പാർട്ടിക്കാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും അവർ പിണറായി വിജയൻ ദേശീയ ജനറൽ സെക്രട്ടറി അവസ്ഥ ആലോചിച്ചു. എം എ ബേബി കൈവൊക്കെയാണ്, ഞാൻ പിണറായി വിജയനെ പ്രതിപക്ഷമാക്കി തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഇവരെല്ലാം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഇവരെല്ലാവരും ജനബന്ധം ഇല്ലാത്തവരാണ്. അല്ലെ, എന്നിട്ട് ഇപ്പൊ അവര് പറയുന്നത് എന്താ, കോൺഗ്രസ്സുകാരന്റെ ഭാര്യയും മക്കളും ഒക്കെ ആണ് മന്ത്രിമാരായി. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, അതെല്ലാം പണ്ട് അവിടെ ഉണ്ടായിരുന്നത് തന്നെ. അതെ, പക്ഷേ CPM അങ്ങനെയല്ല. CPMന്റെ എന്താണ് നമ്മൾ പറയേണ്ടത്? CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ചില ആദർശങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ നിന്ന് എപ്പോൾ വ്യതിചലിച്ചോ പണ്ടത്തെ പോലല്ല, ജനം തിരിച്ചു കുത്താൻ തുടങ്ങി. അല്ല, അത് ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരം ഏതെങ്കിലും ഒരു ആശയത്തിന്, ഒരു പ്രസ്ഥാനത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്നാലേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ശീലം മുഴുവൻ നമുക്ക് വരുമെന്നാണ്. അതാ അപ്പോൾ ഇവർക്കെല്ലാം ആ ശീലമായി. കോൺഗ്രസിനെ ഇവരെന്തൊക്കെ അധിക്ഷേപിച്ച് അവർക്ക് എതിരെ പ്രവർത്തിച്ചിരുന്നു, അതെല്ലാം പിന്നെ ഇവർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും കോൺഗ്രസിൻ്റെ മര്യാദക്കാരുമായി. ഇപ്പോൾ അവർ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുകയും ഇനിയുള്ള കാലം ഒരു സതീശനൊക്കെ പോലെ വളരെ മിടുക്കനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അവർ നന്നായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്താൽ CPMന്റെ ചീട്ട് കയറും ഇവിടെ.